Success has two rules. One, never quit. 2, follow the first rule. എന്ന് പറയുമ്പോൾ സക്സസ് എന്ന് പറയുന്നതിൻ്റെ 2 റൂൾസുകളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിർത്തി പോകാൻ പോകുന്നില്ല. രണ്ടാമത്തത് അത് തന്നെയാണ്, നിങ്ങൾ നിർത്തി പോകാൻ പോകുന്നില്ല, എന്ത് സംഭവിച്ചാലും നേടിയെടുത്തിട്ടേ പോകൂ എന്നുള്ള ആ ഒരൊറ്റ ചിന്തയാണ് നിങ്ങളെ സക്സസ്സിലോട്ട് എത്തിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ബയോളജി എക്സാം എഴുതുന്നതിന് മുൻപ്, അതായത് മാർച്ച് 23 ബയോളജി എക്സാം എഴുതുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഫുൾ സ്കോർ കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായിരുന്നാലും നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മാർക്സുകളാണ്. ഷുവറാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ആദ്യം തന്നെ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു കുട്ടി, അതായത് +2 ബയോളജീനെ പറ്റിയിട്ട് ഒരു ധാരണയും ഇല്ലാത്തൊരു കുട്ടിയും, അതുപോലെ തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ നന്നായിട്ട് അറിയാം, അതായത് നമുക്ക് A+ എന്തായിരുന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എങ്കിലും ഫുൾ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ, ഇല്ല എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കണം, ഇനിയും കുറച്ചുകൂടെ മാർക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളും നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. ഞാൻ പറയുന്നു, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് മാർച്ച് 23 നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് 60 മാർക്കുകളും മേടിക്കാൻ കഴിയും. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത്. ഫസ്റ്റ് കാര്യം, ഒരു കുട്ടി നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ ടോപ്പ് സ്കോർ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർ ചെയ്യാൻ പോകുന്നത്, അവരാദ്യം മനസ്സിൽ ഉറപ്പിക്കും, എനിക്ക് ഈ മാർക്ക് വേണം, ഞാൻ ഈ മാർക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ നെവർ ക്വിറ്റ്, ഡോണ്ട് ക്വിറ്റ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു തീരുമാനം എടുക്കുക, +2 ബയോളജി ഞാൻ തകർക്കും, ഞാൻ പഠിച്ച് തകർത്ത് ഫുൾ മാർക്ക് മേടിക്കും എന്നുള്ളൊരു ഡിസിഷൻ ഇപ്പോൾ എടുത്തിട്ട് ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം, ഏത് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെയിറ്റേജ് നോക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് ഒന്നും പഠിക്കാത്തൊരു കുട്ടി ആയിക്കോട്ടെ, എന്തൊക്കെയോ പഠിച്ചൊരു കുട്ടി ആയിക്കോട്ടെ, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചൊരു കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഇനിയുള്ള ചെയ്യാൻ പോകുന്ന ഈ 3-4 ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഓർഡറിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ വെയിറ്റേജ്, ആ ചാപ്റ്റേഴ്സുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് +2 ബോട്ടണിയാണ്. +2 ബോട്ടണി എന്ന് പറയുമ്പം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കാണ് ചോദ്യം വരുന്നത്, 8 മാർക്ക്. അതുപോലെ തന്നെ ബയോടെക്നോളജി പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ആ പാർട്ട് 1 നിന്ന് 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, പാർട്ട് 2 നിന്നും 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 4ാമത്തെ ചാപ്റ്റർ പറയാൻ പോകുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, അതിൽ നിന്നും 8 മാർക്കിന് ചോദ്യം വരാം. അതുപോലെ ലാസ്റ്റ് ചാപ്റ്റർ എക്കോസിസ്റ്റത്തിൽ നിന്ന് 7 മാർക്കിന് ചോദ്യം വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾ ഒരിടത്തും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ആദ്യം 5 ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ പോകുന്നത് 39 മാർക്കുകളാണ്. ഓക്കെ, പക്ഷെ നമുക്ക് 39 മാർക്കിന് ചോദ്യം വരത്തില്ല, നമുക്ക് 30 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇത്രയും ചാപ്റ്റർ കവർ ചെയ്താൽ ഈസി ആയിട്ട് 30 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഡൗട്ടിലിരിക്കുവാണെങ്കിൽ ഇപ്പം തന്നെ ഈ 5 ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരാനുള്ളത് സുവോളജിയാണ്. സുവോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ വൈസ് പോകാം, എത്ര മാർക്കിനാണ് പഠിക്കാനുള്ളതെന്നുള്ളത്. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 6 മാർക്കിനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സബ് ചാപ്റ്റർ അല്ലേ, അതിന് 3 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് ഏതൊക്കെയാണ് ചോദ്യം എന്നുള്ളത് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ നിന്ന് 7 മാർക്കിനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, സുവോളജിയിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരാൻ പോകുന്നതും ഈ വർഷം ചോദിക്കാൻ പോകുന്നതും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് വരുന്ന നമ്മുടെ ഇവല്യൂഷനിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുപോലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അടുത്ത നമ്മുടെ ജനറ്റിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഓക്കെ,
സോ ഈ ഒരു ടൈമിൽ അനാവശ്യമായിട്ട് നിങ്ങൾ കുറേ പഠിച്ച് വെറുതെ സമയം കളയരുത്. നിങ്ങളുടെ 60 മാർക്ക് കൊണ്ടത് കളയരുത്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ദെൻ നമ്മുടെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ 2 മാർക്കിനാണ് ഇവിടെ നിന്ന് വരുന്നത്. ദെൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ 3 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടുവരുന്നത് തന്നെ. ഇത്രയും വർഷവും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു അവസരമുണ്ട്, നിങ്ങൾ അത് വെച്ചിട്ട് പഠിച്ച് മാർക്ക് മേടിക്കാൻ പോവുകയാണോ എന്നുള്ള ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കുക, കേട്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ ഒരു 3 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ടൈം ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എല്ലാവരും നമുക്ക് പല രീതിയിലാണ് നമുക്ക് അഡ്വൈസ് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്വൈസ് എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്ന അഡ്വൈസ് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന രീതികളാണ് നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് ആയിട്ട് തരുന്നത്. എപ്പോഴും ഞാൻ ഒരു എക്സാമിന് ഞാൻ എപ്പോഴും തയ്യാറെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാമിൽ നിന്നല്ല എന്ത് കാര്യത്തിന് തയ്യാറെടുക്കുന്നത്, പാടായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ ഞാൻ ആദ്യം ഫിനിഷ് ചെയ്യും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് എക്സാമിനോട് അടുക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും എനിക്ക് ടെൻഷൻ വരും. അപ്പോൾ അത്രയും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന വലിയ വലിയ ചാപ്റ്റേഴ്സുകളൊന്നും എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതും അതുപോലെ തന്നെ ഏറ്റവും പാടായിട്ടുള്ള ചാപ്റ്റേഴ്സ്. എനിക്ക് അങ്ങനെ മാർക്ക് വിട്ടുകൊടുക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പോണെങ്കിൽ പോട്ടെ എന്ന് ഇങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് ഈ ഒരു ഇടക്കാലം മുതലില്ല. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, ജസ്റ്റ് ജയിച്ചാൽ മതി, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അറിയാം, മുമ്പിൽ ഇത്രയും ടൈം കിടക്കുമ്പോൾ എനിക്ക് പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റും. ഈ ഒരു ചാപ്റ്റേഴ്സുകൾ എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ട ഓർഡറുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഈ 3 ദിവസത്തിൽ ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബോട്ടണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ബോട്ടണി മാത്രം പഠിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് സുവോളജി പഠിക്കാം. അല്ലെങ്കിൽ ഇല്ല, ബോട്ടണി പഠിച്ച് എനിക്ക് ബോറടിക്കുന്നു എന്നാൽ സുവോളജി മിക്സ് ചെയ്തും പഠിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരാണ്. ഇനി നിങ്ങൾ ബോട്ടണിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സ് ഇതേ ഓർഡറിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. കാരണം 8 മാർക്ക് ഇവിടെ കയ്യിലിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ, ബയോടെക്നോളജി, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് മിക്സ് ആക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് ടൈം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആദ്യം ചെയ്ത് തീർക്കേണ്ടത് സുവോളജിയാണ്. സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മുടെ മോളിക്കുലർ ബേസിസും ആദ്യം തീർക്കുക. കാരണം ഇത് 2 ഇച്ചിരി പാടാണ്, കൺഫ്യൂഷനാണ്. നമുക്ക് ആ കൺഫ്യൂഷനുള്ള ഏരിയസ് ആദ്യം തന്നെ പഠിച്ച് തീർത്തേക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും നമുക്ക് പഠിച്ച് തീർക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 2 മാർക്സും 3 മാർക്സും എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സുകളാണ്. അത് നമുക്ക് ടെൻഷൻ ഇല്ലാതെ തീർക്കാൻ പറ്റും. സോ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് പഠിക്കാനുള്ള ടൈമുണ്ട്, ഇത് റിവൈസ് ചെയ്തിട്ട് പോകാനുള്ള ടൈമുണ്ട്. ഇതിൽ പരം ഇനി എന്താ വേണ്ടത്? നിങ്ങൾക്ക് 60 മാർക്ക് നിങ്ങളുടെ കൈ കിട്ടത്തില്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ പറയുന്ന ചാപ്റ്റേഴ്സുകൾ പഠിക്കേണ്ട രീതി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നോട്ട്സുകൾ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് വെച്ച് മാത്രം പഠിച്ചാൽ മതി. അല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ, നിങ്ങളുടെ എവിടെ നോക്കിയാലും നിങ്ങളുടെ ഗൈഡുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ബുക്സും അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ പല ചാപ്റ്റേഴ്സും ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് NCERTയിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ അത് നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെന്തിയാണ്. നിങ്ങൾക്ക് കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ, കാര്യം അറിഞ്ഞ് കഥ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. ഇല്ല, നിങ്ങൾക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. അതുപോലെ തന്നെ എനിക്ക് അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സാം എഴുതുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? എക്സാമിന് ഒരു നാക്ക് ഉണ്ട്. ആ നാക്ക് എന്ന് പറയുന്നത് ഹൗ ടു ഇംപ്രസ് എ ടീച്ചർ. അങ്ങനെയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടീച്ചറിനെ വേഗം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ക്ലോൺ? ക്ലോൺ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഇറ്റ് ഈസ് മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽ എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ NCERTയിലുള്ള സെൻറ്റൻസ്, ആ ഒരൊറ്റ സെൻറ്റൻസ് തന്നെ നിങ്ങൾക്ക് എഴുതി തീർക്കാം. അത്രയും മതി. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യമില്ല. എങ്കിലും ടീച്ചറിനെ ഇംപ്രസ് ചെയ്യാനും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് 2 സെൻറ്റൻസ് മീൻസ് വാക്ക് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവോ? അങ്ങനെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഓക്കെ, എങ്ങനെ വന്നാലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അത് കറക്റ്റാണ്, അതിൻ്റെ തന്നെ ആവശ്യമേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ചോദ്യം അപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറിനെ ഇതിലൂടെ കയ്യിലെടുക്കാൻ പറ്റും. ഓക്കെ, കാര്യം കൂടുതൽ ടീച്ചേഴ്സും നിങ്ങൾക്ക് മാർക്ക് തരത്തില്ല, ചത്താലും ഞാൻ മാർക്ക് തരൂല എന്ന് പറഞ്ഞിരിക്കുന്ന
പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒന്നും അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് കിട്ടാൻ ഒരു വകുപ്പുണ്ടെങ്കിൽ ആരും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് തരാതിരിക്കത്തില്ല. സോ അപ്പോൾ നിങ്ങൾ ഇതിലൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഓക്കെ ഈ കുട്ടിക്ക് എന്തൊക്കെ അറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. ക്ലോൺ എന്ന് പറയുമ്പോൾ അവർ എൻ്റെ സെൻറ്റൻസ് എഴുതി വെച്ചു, ഓക്കെ കറക്റ്റാണ്. നിങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ പോയിന്റ്സുകൾ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ടീച്ചറിന് തന്നെ മനസ്സിലാവും, ഓക്കെ ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 0 വരേണ്ടടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ വന്നാലും കിട്ടും. സോ ഇതാണ് ഹൗ ടു ഇംപ്രസ് എ ടീച്ചർ എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ ഒരു ആരും എന്താ പറയുക ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു നാക്ക് അല്ലെങ്കിൽ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ പറ്റുന്ന വേറൊരു ഇടവഴി അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇതേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എവിടെയും മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ പറയുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ കുറച്ചൊരു സെൻറ്റൻസുകളുണ്ട്, അതിൽ മിയോസിസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്രയും സെൻറ്റൻസ് പഠിച്ചാൽ പോലും, ഞാനിത് എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്, ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തനിയെ മാർക്ക് വരും. തനിയെ മാർക്കുമല്ല, നിങ്ങൾ എഴുതി മാർക്ക് മേടിക്കും. സോ ഇതാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾ ഇനിയും ക്വിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല, റെഡി ആകരുത്. ഇനിയും നിങ്ങൾക്ക് ഫുൾ സ്കോർ മേടിക്കാനുള്ള ഒരു ടൈം തന്നെ നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. സോ എത്ര പേര് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ റെഡിയാണ് നോക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്, ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ നിങ്ങൾ എല്ലാവരും +2 ബയോളജി എക്സാമിന് 23-ാം തീയതി 60 മാർക്ക് മേടിക്കാൻ റെഡി അല്ലേ? റെഡി ആണല്ലോ. സോ അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ വരും ദിവസങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.